ನಮ್ಗಳು ಈ ಸೂರ್ಗಳವಲ್ಲ ಸೂರ್ಗಳೆಲ್ಲ ಪಂಚಾಯತಿಂದ ಹೆಲ್ಪ್ ಏದು ಇಲ್ಲ സർക്കാരുകൾ ഏതും ಮಾಡ್ತಾ ಇದ್ದಿಲ್ಲ വണ്ടിയിലുണ്ടായിരുന്നവരൊക്കെ ഇറങ്ങി ഇപ്പൊ ഞാനും ഡ്രൈവർ മാത്രമേ ഉള്ളൂ ಇದೆಲ್ಲ ನಿಮ್ದೇ ಇಲ್ಲ ಬೇರೆಯವ್ರದ್ದು ನಾವು ಕೂಲಿ ಬಂದ ನಿಮ್ ಕೂಲಿ ಕೆಲಸ ಕೆಲಸಕ್ಕೆ ಬಂದಿರೋದು ಹೆಸರು ಹೇಳಿ ನಾಗೇಂದ್ರ ಶಶಿ ಕೃಷಿ ಮಾಡ್ತಾ ಇದ್ದೀನಿಲ್ವಾ ಕೃಷಿಗಳು ವ್ಯವಸಾಯ ഈ സൈഡ് ഇല്ലവാ ഭയങ്കര ഓൾഡാണ് ഓൾഡായിട്ടുള്ള ഓരോ നിർമ്മിതികളാണ് ഗുഡ് മോർണിംഗ് എവറിബഡി സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ട് ടൗണിലാണ് കർണാടക ചാമരാജ്നഗർ ഡിസ്ട്രിക്റ്റ് ഗുണ്ടൽപേട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഓട്ടോറിക്ഷയൊക്കെ കേരളത്തെ പോലെ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക ടാക്സി ഓട്ടോറിക്ഷകളൊക്കെ പക്ഷേ അതിലെന്താ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പറും KL ആണ് അത് കുറേ വണ്ടികൾ ഇവിടെ കേരള രജിസ്ട്രേഷൻ ഓട്ടോറിക്ഷകളുണ്ട് ഇതെല്ലാം KL 22 KL 10 അതുപോലെ തന്നെ അപ്പുറത്തെ KL 10 KL 11 ഇങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ ഓട്ടോറിക്ഷകളൊക്കെ ഇതേപോലെ KL രജിസ്ട്രേഷനിലുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ടാക്സി വണ്ടി കൂടാണ് എന്താണെന്നറിയില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവും ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഗുണ്ടൽപേട്ടിൻ്റെ പരിസരത്തുള്ള ചെറിയ ഏതെങ്കിലുമൊക്കെ വില്ലേജുകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്ലാന് അത് മാത്രമല്ല ഈ ഗുണ്ടൽപേട്ട് ഈ റോഡും ഈ മെയിൻ റോഡും ഇവിടുത്തെ ഈ പരിസരമൊക്കെ എല്ലാവരും കണ്ട് ഒരുപാട് പരിചയമുള്ളതായിരിക്കും പക്ഷെ നമുക്കിന്ന് കാണേണ്ടത് ഇതിൻ്റെ അകത്തോട് പോയിട്ട് ഗുണ്ടൽപേട്ടിൻ്റെ ഉൾഭാഗങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇതവിടെ KL 12 വണ്ടി നിൽക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ നമുക്കിന്ന് നേരെ ഈ റോഡിൻ്റെ ഉൾവശത്തേക്ക് കയറിയിട്ട് ഉള്ളിൽ മാർക്കറ്റുകളൊക്കെ ഉണ്ട് ആ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെറിയ ഓട്ടോറിക്ഷ ടാക്സികൾ ഉണ്ടാവും ഷട്ടിലടിക്കണം അങ്ങനത്തെ ഓട്ടോറിക്ഷകൾ മറ്റൊക്കെ കിട്ടുവാണെങ്കിൽ അതിൽ കയറിയിട്ട് ഇതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലേക്ക് പോകണമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നുള്ളത് എനിക്കറിയില്ല കാരണം നമുക്കത്ര ഈസി ആയിട്ട് പോകാൻ പറ്റില്ല ഭാഷ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം ഏതായാലും നമുക്ക് തുടങ്ങാം ഇവിടെ ഒരു സ്കൂളുണ്ട് ഈ സ്കൂളിൻ്റെ പേര് വായിക്കുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ കന്നഡത്തിലാണ് അതുകൊണ്ട് നമുക്കറിയില്ല ഇവിടെ നല്ലൊരു സ്കൂളാണ് ചെറിയൊരു മിഡിൽ സ്കൂളാണ് പിന്നെ ഇവിടുത്തെ തമിഴ്നാടും കർണാടകയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഷയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം അത് വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ് ഈ ഭാഷ എന്ന് പറഞ്ഞത് ഇപ്പോൾ തമിഴ്നാട്ടിലായി കഴിഞ്ഞാലും തമിഴ് ഭാഷനെ മുന്നിലേക്ക് കാണിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരുപാട് സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ കർണാടകയിലുണ്ട് അപ്പോൾ അവിടെ ബോർഡുകളൊക്കെ മാക്സിമം കന്നഡത്തിലായിരിക്കും ഉണ്ടാവുക നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അക്ഷരങ്ങൾ ഒരു ഐഡിയ ഇല്ലാത്തൊരു ഇതാണ് തമിഴ്നാട്ടിലും അതേപോലെ കുറേ സ്ഥലങ്ങളിൽ ഭാഷയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ് മറ്റുള്ള ഭാഷകളിലുള്ള ബോർഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ അത് നീക്കം ചെയ്യാൻ വേണ്ടി പറയും നിർദ്ദേശിക്കും നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവരൊന്ന് ബലം പ്രയോഗിച്ചത് അവിടുന്ന് മാറ്റും ഉപദ്രവിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഈ റോഡ് ഉള്ളിലേക്ക് കാണണല്ലോ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിൻ്റെ ഉൾഭാഗങ്ങളാണ് മാർക്കറ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വമ്പം പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട് അതായത് ഇവിടുന്നാണ് മിക്ക സ്ഥലങ്ങളിലേക്കും പച്ചക്കറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അതിൻ്റെ വലിയ മാർക്കറ്റൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പോയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ പദ്ധതി ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് കിട്ടും മല്ലിപ്പൂ മല്ലിപ്പൂ മീൻസ് മുല്ലപ്പൂ വെജിറ്റബിൾസ് ഒക്കെ വളരെ ഫ്രഷായിട്ട് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ അധികം ആൾക്കാർ പോയിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ കുറേ ഈ ഷട്ടിൽ ഓട്ടോറിക്ഷകളും മറ്റേ ഈ കുറച്ച് വലിയ സൈസ് കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഓട്ടോകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഓട്ടോകൾ
ആണ് പബ്ലിക് ജനങ്ങൾ കൂടുതലായിട്ട് കയറ്റിയിട്ട് നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്ക് പോവുക. കാരണം ബസ്സുകൾ വളരെ കുറവായിരിക്കും. ബസ്സുകളൊക്കെ പോകുന്നത് കുറച്ച് നല്ല മെയിൻ റോഡുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോവുക. പക്ഷേ ഹള്ളികൾ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ വില്ലേജിലേക്ക് പോകുന്നതൊക്കെ ഇതുപോലത്തെ ചെറിയ ഓട്ടോറിക്ഷകളായിരിക്കും. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഞാൻ മെയിൻ റോഡിൽ നിന്ന് കുറേ ദൂരം കൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെയൊക്കെ ഈ ഓരോ ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചില ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നത് ഈ റോഡിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ അവിടുന്ന് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് അത്രേ. ആ സ്റ്റാൻഡിൽ നിന്നാണ് ഇവിടെയുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ ഓട്ടോറിക്ഷകൾ പോണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ സ്വന്തം വണ്ടി ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്കിങ്ങനെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതാണ് അപ്പോൾ ഗുണ്ടൽപേട്ടിൻ്റെ ഉൾഭാഗങ്ങളാണ് കാണുന്നതൊക്കെ. ഇതിലൂടെ ഇത്രയും സ്ഥലങ്ങളുണ്ടെന്നുള്ളത് ഇതിൻ്റെ അകത്തേക്ക് വന്നാലേ അറിയുള്ളൂ. നമ്മൾ മെയിൻ റോഡിലൂടെ മാത്രം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ഒരുപാട്, അതായത് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെഷീനറീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ വെഹിക്കിളിൻ്റെയൊക്കെ പാർട്ട് സ്പെയർസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ, മെഷീനറീസ്, ഹാർഡ്വെയർ, ഇങ്ങനെയുള്ള ഓരോ ഏരിയകളുണ്ട്, ഓരോ സ്ട്രീറ്റുകളുണ്ട് ഇവിടെയൊക്കെ. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് പല സ്ഥലങ്ങളും കിട്ടും. എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല എവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഈ ഗല്ലികൾ കൂടെ ഒക്കെ കറങ്ങുകയാണെങ്കിൽ, പിന്നെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ചീപ്പ് റേറ്റിന്. അതായത് റേറ്റ് കുറവായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളെ ഈ ഷോപ്പുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനത്തെ കുറേ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയ കൂടെ പോയി കഴിഞ്ഞാൽ. എന്നാലും നമുക്ക് ജംഗ്ഷൻ ചെല്ലാം, നേരെ ജംഗ്ഷൻ ചെന്നിട്ട് ഏതെങ്കിലും ഒരു വില്ലേജ് പിടിക്കാം. നമ്മൾ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ അതുപോലെ ഓട്ടോറിക്ഷകളുണ്ട്, അവയിലൊന്ന് കയറണം. ശനി നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്. ഓക്കെ, കർണാടക ചായ വെരി സ്പെഷ്യലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുടിച്ചിട്ട് പോകാം നമ്മൾ. അപ്പോൾ നമ്മൾ ശിവപുര എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടും. ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അതിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. അതിലിങ്ങനെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് പോവുക. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ രീതി. എന്നിട്ട് ബസ് കുറവായിരിക്കും. അങ്ങനെ ഒരു ശിവപുര ആവത്തെ ശിവപുര ഇത് അതിലിരിക്കാം. നമുക്ക് ഈ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ ശിവപുര പോവാം. നമുക്ക് മൊത്തം ഈ ഗുണ്ടൽപേട്ട് സറൗണ്ടിങ്സ് ഒരു 200ന്റെ കൂടുതൽ വില്ലേജുകളുണ്ട്. ബസ് പോകാത്ത സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ ഓട്ടോറിക്ഷയിൽ കയറി പോകാം. ഇപ്പം നമ്മൾ പോകുന്നത് ശിവപുര എന്നാണ്. ഒരു കുറച്ച് ദൂരം പോകണം. നമുക്ക് ബസ്സില്ല, നമുക്ക് ഈ ഓട്ടോറിക്ഷയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ കൂടെ നമുക്ക് അങ്ങനെ പോകാട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കർണാടക ഇൻറ്റീരിയർ വില്ലേജുകളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കയറിയാൽ പോയി കാണാൻ പറ്റും. കാഴ്ചകൾ തന്നെ ആയിരിക്കും. ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടാവും. അതായിരിക്കും ഇനി കാണുന്നത്. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ നമ്മളിനി ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വില്ലേജുകൾ വേറെ ഉണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു അവസാനത്തെ എൻഡ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരാൾ ഇറങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലമുണ്ട്. അതാണ് വണ്ടിയിൽ ആൾ കുറവാണ്. പുറപ്പെട്ടു ഇതെത്തി നമ്മൾ കോട്ടള്ളി എന്നാണ് ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഉള്ളവരൊക്കെ ഇറങ്ങിയിട്ടാണ്. മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. വില്ലേജുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടോ. വില്ലേജുകളൊക്കെ കാണാൻ അടിപൊളിയാണ്. സ്കൂള്, അമ്പലം, വലിയ ആലമരം, പുങ്കാമരം, അങ്ങനത്തെ കാഴ്ചകളാണ് അവിടുത്തെ വില്ലേജുകളിലൊക്കെ കാണാം. ഇവരൊക്കെ ഇറങ്ങി. ഇപ്പം ഞാനും ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഫ്രീ ആയിട്ട് പോവുക, ആരുമില്ല. അത് ഈ റോഡ് ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വില്ലേജുകളൊക്കെ കാണാം. ഇവിടുത്തെ ബസ് വെയിറ്റിംഗ് ഷെഡൊക്കെയാണിത്. അപ്പോൾ ഇതുപോലെ ഷട്ടിൽ ഓട്ടോറിക്ഷകൾ വരും. ഇവിടെ വന്ന് ഇറങ്ങാം. പിന്നെ നമുക്ക് ഈ ഗ്രാമം കാണണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ലൈബ്രറി. ഇത് ഇവിടുത്തെ ലൈബ്രറിയാണ്. ഉണ്ടല്ലേ? ಯೂತ್ ಇಲ್ವಾ? ಇಲ್ಲ. ರೈಟ್. ಅವ ಇದು ಬ್ರೋ ಹೆಸರು ಹೇಳಿ. ಉಲ್ಲಾಸ್.
ഇത് ഉല്ലാസ് എന്നാണ് മൂപ്പരുടെ പേര്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ഇല്ലേ ഇല്ലേ മണയില്ലേ മണ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഉല്ലാസിനെ കണ്ടു. ഉല്ലാസ് ಏನು ಪಡ್ತಾಯಿದ್ದೀನಿ ನೀವು ಕಾಲೇಜ್? ಬಿ ಎ ಸ್ಟೂಡೆಂಟ್ ಏನು കോളേജ്? കുണ്ടൽപേട്ട് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. മൂപ്പർക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ടാണ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് ഈ ഗ്രാമങ്ങളൊക്കെ ഫുള്ളായിട്ട് ഗൈഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ಯಾವರು ಮೈಸೂರಲ್ಲಿ ಯಾವರು ಇದಿಲ್ಲ ಕೆಲಸ ಮೈಸೂರು ಹೋಗಿ മൂപ്പര് വേറെ കുറച്ച് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൈസൂരിൻ്റെ അടുത്ത് ഹാസൻ ഭാഗത്ത് കുറച്ച് വില്ലേജുകളുണ്ട് എന്നാണ്. അപ്പോൾ മൂപ്പര് ടൈമുള്ള ദിവസം ഒരു ദിവസം നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് നമുക്ക് അവിടുത്തെ വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ലംബാനീസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ആൾക്കാർ ജീവിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട്. അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം. ഇപ്പം നമുക്ക് ഇന്ന് ഈ ശിവപുര എന്ന് പറഞ്ഞ ഈ ഒരു വില്ലേജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ റോഡുണ്ട്. ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വീടുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഗ്രാമത്തിനെ പിന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ റോഡ് അങ്ങനെ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ വേറെ വില്ലേജുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും ദൂരം പോകില്ല. പക്ഷേ ഈ വില്ലേജ് നമുക്ക് ആദ്യം എക്സ്പ്ലോർ ചെയ്യാം, ബാക്കി പിന്നെ തീരുമാനിക്കാം. ഇവിടെ ആൾക്കാരൊക്കെ കണ്ടിരിക്കുന്ന ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡും മറ്റൊക്കെ ഉണ്ട്. മുമ്പിൽ പെട്ടിക്കടയൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടിക്കട എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് പെട്ടിക്കട. 2 കട ഉണ്ട്, പക്ഷെ പൂട്ടി കിടക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഉള്ളിലേക്കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ നമ്മൾ ഈ ഗ്രാമമൊക്കെ ചുറ്റി കാണാൻ പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മുടെ തേയിലപ്പൊടി ആവശ്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. തേയിലപ്പൊടി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. കുറേ പേർക്ക് അറിയാം. കുറേ പേര് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി തേയിലപ്പൊടി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് അഡ്രസ്സിലേക്ക്. വേറെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതലായിട്ട് പിന്നെ ഈ തേയിലപ്പൊടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നുണ്ട്, നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഊട്ടി വർക്കി മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയി എടുക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ച് രസമാക്കിയിട്ട് ആ വീക്കിലി വൺസ് മറ്റോ എന്തെങ്കിലുമൊക്കെ ഓർഡർ വരികയാണെങ്കിൽ കളക്ട് ചെയ്തിട്ട് കുറച്ച് ഓർഡർ ആയാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ തേയിലപ്പൊടി നമുക്ക് ഫാക്ടറിയിൽ പോയ ഉടനെ കിട്ടും. ഞാനിവിടെ ഞാൻ സ്ഥലത്തില്ലെങ്കിലും എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പിന്നെ തേയിലപ്പൊടി കൂടുതൽ പ്രിഫർ ചെയ്യാണ്. അപ്പോൾ നമ്മളെ ചാനലിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നിങ്ങൾ ഇത് തരണം. ഇത് നീലഗിരി ഭാഗത്തേക്ക് വരാത്ത ആളുകൾക്കാണ് ഞാൻ പറയുന്നത്. നീലഗിരി ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഡയറക്റ്റായിട്ട് അവിടുന്ന് മേടിച്ചിട്ട് പോയായിരിക്കും ബെസ്റ്റ്. കാരണം അവിടെ വില കുറഞ്ഞ് കിട്ടും. നമ്മൾ പർച്ചേസ് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചിലവ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടും. കാരണം പാർസൽ ചാർജൊക്കെ കൂടും. അതുകൊണ്ട് വ്യത്യാസം വരുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് ഗുഡല്ലൂരിലേക്ക് ട്രാവൽ ചെയ്യാത്ത ആളുകൾ, നീലഗിരി ട്രാവൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തേയിലപ്പൊടി അയച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പൊടിയാണ്, ഗ്യാരണ്ടിയാണ്, വലിയ മായം ഒന്നും കലർത്താത്ത പൊടിയാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിനെ ഒന്ന് സഹകരിക്കുകയോ ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ഞാൻ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇവിടുന്ന് ഉള്ളിലേക്ക് സിമെൻറ്റ് റോഡുണ്ട്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ ഏകദേശം രൂപം നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടെ ഒരു ക്ഷേത്രം. നല്ല തണൽമരമാണ് കേട്ടോ. അത് നല്ല തണുപ്പ് ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ. നല്ല വെയിലുണ്ട് ഇപ്പോൾ, പക്ഷെ നല്ല ചൂടാണ് വെയിൽ. പക്ഷെ ഇതിൻ്റെ അടിയിൽ വന്നാൽ തന്നെ പ്രത്യേക കാറ്റുമൊക്കെയാണ്. നല്ലൊരു ഫീൽ കിട്ടും ഇവിടെ. ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് ഭയങ്കര കളർഫുള്ളായിരിക്കും കേട്ടോ. ഭയങ്കര കളറടിക്കും. നല്ല കുത്തുന്ന കളറിലടിക്കും. ഇവിടെ പഴയ വീടുകളൊക്കെ ഉണ്ട്. ഇതാണ് കർണാടകയിലുള്ള വീടുകൾ. ഇതെന്താണ്, ഇത് സ്കൂളാണോ? അടിപൊളിയായിട്ടുണ്ടല്ലോ കെട്ടിടം ഉണ്ടല്ലേ. ഇവിടെ ഒരു ഗോപുരം, അതിൻ്റെ ഇടയിൽ 2 ആൾ ಇರಿക്കുന്നുണ്ട്. ಗುರು ನಮಸ್ಕಾರ ಗುರು. ಆ ಬಿಲ್ಡಿಂಗ್ ಏನು ಇದು ಸ್ಕೂಲು ಎಷ್ಟು ಕ್ಲಾಸ್ ಇದೆ? ಹಾಂ, 7th ಕ್ಲಾಸ್. ಹಾಂ, 7th. ಹಾಂ, ಎಸ್ ಸರ್. ಎಲ್ಲಿ ಗುಂಡಲ್ಪೇಟು? ಅಲ್ಲಿ +2. ಹಾಂ, മെയിൻ റോഡിൽ പക്കದಲ್ಲಿ. ഇവിടുത്തെ സ്കൂൾ കെട്ടിടമൊക്കെയാണ്. അപ്പോൾ ഇവിടെ 7ാം ക്ലാസ് വരെ ഉണ്ട് അത്രേ ക്ലാസ്. ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചു. ഇന്ന് ക്ലാസ് നടക്കുന്ന ദിവസമാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയൊന്നും ഷൂട്ട് ചെയ്യാൻ നിർവാഹം ഇല്ല. കാരണം ഒന്നാമത് ഭാഷാ പ്രശ്നമാണ്. നമ്മൾ പറയണത് അവർ വേറെ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. വീട് കണ്ടില്ലേ? ഇനി കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ടോട്ടൽ ജനസംഖ്യ 6000 ಇದೆ. 6000 ഈ വില്ലേജല്ലേ? ഓക്കെ. ഇവിടെ മൊത്തം ഒരു 6000 ಜನಗಳು ಉಂಟೆಂದಾണ് പറയുന്നത് ಜನಸಂಖ್ಯೆ. ಇವರടുത്ത് ചോദിച്ചപ്പോൾ ನೋಡ್ತಾ ಇದ್ದೀನಿ, ಮನೆಗಳೆಲ್ಲ ನೋಡ್ತಾ ಇದ್ದೀನಿ. ಕೃಷಿ ಜಮೀನೆಲ್ಲ ಎಲ್ಲಿದೆ?
ಕೃಷಿ ಜಮೀನ್ ಕೃಷಿ ಮಾಡ್ತಾ ಇದ್ನಿಲ್ವಾ ಕೃಷಿಗಳು ವ್ಯವಸಾಯ ಈ ಸೈಡ್ ಇಲ್ಲವಾ ಮುಂದೆ ಇದು ಮನೆಗಳೆಲ್ಲ ನೋಡ್ತಾ ಇದೀನಿ ತರುವ ഫുള്ള മനകള് ജമീനെല്ലാം ആ സൈഡ് ഓക്കെ അപ്പോൾ നമുക്ക് ഓക്കെ ഗുരു സാർ അപ്പോൾ നല്ല ആൾക്കാരാണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാക്കാറുണ്ട് കാരണം ഇവർ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളാണ് ഇവരുടെ ഒരു ലോകവിവരത്തിന് ഒരു പരിമിതി ഉണ്ടാവും നമ്മൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് കർണാടകയിലെ ഭയങ്കര ചെറിയ വിഷയങ്ങൾക്ക് ഒരു ഭയങ്കര വികാരം കൊള്ളും അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടിയാവും ഉണ്ട് ഇവിടെ ഒരു ക്ഷേത്രം സ്കൂൾ കെട്ടിടമാണ് ആ ഭാഗത്ത് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നമുക്ക് കാണുന്നൊരു കാഴ്ചയാണ് അതുപോലത്തെ നമസ്കാരം ഗുരു നമസ്കാരം ഇത് ഈ വില്ലേജിലത്തെ ആളുകളാണ് ഇവരിവിടെ ഇരിക്കുകയാണ് ഓക്കെ നന്ദി ഗുരു അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഇവരടുത്ത് പറഞ്ഞിട്ട് ആദ്യം എല്ലായിടത്തും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനുള്ളിൽ കൂടെ ഒക്കെ പ്രവേശിക്കാൻ പാടുള്ളൂ അതാണ് അപ്പോൾ ഞാൻ അവരോട് അറിയാവുന്ന കന്നഡത്തിലൊക്കെ സംസാരിച്ചു അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി എനിക്ക് കന്നഡ ശരിക്കും അറിയില്ല പക്ഷെ ഞാൻ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ വീടുകൾ കൂടുതലുണ്ട് അതേപോലെ തന്നെ പഴയ കാലത്ത് ഓരോ ക്ഷേത്രങ്ങളാണ് കേട്ടോ ഇവിടെ ഇതുണ്ട് ഇതൊക്കെ ഭയങ്കര ഓൾഡായിട്ടുള്ള ഓരോ നിർമ്മിതികളാണ് അമ്പലങ്ങൾ ദേവസ്ഥാനം എന്ന് പറയുന്നൊരു അതാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട് കൊച്ചു വീടുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് പക്ഷെ നമുക്ക് ചിലൊരു ടെൻഷനാണ് ചില ആൾക്കാരെ നമ്മൾ ഇവരുടെ രൂപം ഭാവം കാണുമ്പോൾ ഇവർ നമ്മളെ ദേശത്തിലാണോ നോക്കുന്നത് എന്ന് നമുക്ക് തോന്നും ഒരു സ്മൈലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു ടെൻഷൻ നമുക്ക് ഭാഷ അറിയില്ല അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ കയറും പക്ഷെ അവർ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് ആ ഒരു ഫ്രീ മൈൻഡിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് നമ്മുടെ വീട് നമ്മൾ ഇവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സാധുക്കളായിട്ട് മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണെന്നൊക്കെ പക്ഷേ ഇവരെന്ന് വെച്ചാൽ ഒരുപാട് വീടുകൾ ലാൻഡുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അധികം വളരെ സിമ്പിളായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അതായത് ഏക്കർ കണക്കിന് സ്ഥലം 20 ഏക്കർ 30 ഏക്കർ 40 ഏക്കറൊക്കെ സ്ഥലങ്ങളുള്ള ഉടമസ്ഥ സ്ഥലത്തിൻ്റെയൊക്കെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ചെറിയ ചെറ്റക്കുടികളിലുള്ള താമസിക്കുന്നതും ജീവിക്കുന്നതൊക്കെ അപ്പോൾ അവരൊക്കെ കണ്ട് അങ്ങനെ ആണ് നമ്മൾ അതിനൊരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ചിരിക്കും പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രം കണ്ടില്ലേ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് പൂട്ടിയാണ് കിടക്കുന്നത് ചിലപ്പോൾ അതിന് പ്രത്യേക സമയം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ಹೆಸರು ನಾಗೇಂದ್ರ ശശി ഓൺലി ശശി രാജപ്പ അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടുത്തെ ആളുകളാണ് മനയെല്ലാം ഇല്ലേ ഈ ഗ്രാമം ഇത് വില്ലേജ് ഇതേ ഗ്രാമം അപ്പോൾ ഇവരൊക്കെ ഈ ഗ്രാമത്തിലുള്ളതാണ് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്താണ് എന്തിനാണ് വന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് വീടുകളും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡ് പോയി എന്തൊക്കെ കാണാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നന്ദി ഗുരു താങ്ക് യു വെരി മച്ച് ഓക്കെ ഈ വില്ലേജിലുള്ള ആകെ ഒരു കടയാണ് അതൊരു വീടിൻ്റെ മുൻവശം ഒരു കടയായിട്ട് ഇങ്ങനെ ഉണ്ട് ഏതായാലും നമുക്ക് ഇതൊരു സ്ട്രീറ്റാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമാധാനം പറയണം അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഞാൻ ഒരു കാര്യം എന്തായാലും പഠിച്ചു വരുന്ന സമയത്ത് അവരോട് ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കാനും പിന്നെ അവരെ കൺവിൻസ് ചെയ്യാനും നമ്മളെ പേരിലൊരു ചോദ്യം ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഒരാൾ വരികയാണെങ്കിൽ പോലും അവരെ കൺവിൻസ് ചെയ്ത് നമ്മളെ ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയെടുക്കാനും ഞാൻ പഠിച്ചു കാരണം 2-3 പേര് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കാനായിട്ട് ദൂരത്തിൽ കൂടെ പോകുന്നവർ വണ്ടി തിരിച്ച് എൻ്റെ അടുത്ത് വന്നൊരു ചോദ്യം ചെയ്തു അവസാനം അവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ വിട്ടത് സ്ട്രീറ്റേക്ക് നടക്കുകയാണ് വെറുതെ വീടുകൾ 2 നില വീടാണ് കേട്ടത് ചെറിയ അഗ്രാരം പോലത്തെ വീടുകളൊക്കെയാണ് തിണ്ണയൊക്കെ ആയിട്ടുള്ള പോട്ടെ ഗ്യാപ്പിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്കൊക്കെ വീടുകളുണ്ട് ചെറിയ വീടുകൾ
ഇത് അവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. കണ്ടില്ലേ വീടുകൾ ഉണ്ട്, ആൾക്കാരൊക്കെ നമ്മൾ നോക്കണം. ನಮಸ್ಕಾರ ಗುರು. ವಿಲೇಜ್ ನೋಡ್ತಾ ಇದ್ದೀನಿ ನಿಮ್ಮ ವಿಲೇಜ್. ಏನು ವಿಲೇಜ್? ಈ ವಿಲೇಜ್ ಶಿವಪುರ. ಹಾಂ ವಿಲೇಜ್ ಇದು ಶಿವಪುರದಿಂದ. ಹಾಂ ಶಿವಪುರ ನೋಡ್ತಾ ಇದ್ದೀನಿ. ಗ್ರಾಮ ಮನೆಗಳು, ಜನಗಳು, ಕೃಷಿಗಳೆಲ್ಲ ನೋಡಿ ವಿಡಿಯೋ ಮಾಡಿ ಯೂಟ್ಯೂಬಲ್ಲಿ. ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ಏನು ಉಪಯೋಗ ಅದು? ಹಾಂ ಸಾಹುಕಾರು ಈಗ ನಮ್ಗಳ ಈ ಸೂರ್ಗಳವಲ್ಲ, ಸೂರ್ಗಳೆಲ್ಲ ಪಂಚಾಯತಿಂದ ಹೆಲ್ಪ್ ಇಲ್ಲ, ಹೆಲ್ಪ್ ಏದು ಇಲ್ಲ, ಹೆಲ್ಪ್ ಏನೂ ಇಲ್ಲ. ಸರ್ಕಾರಗಳು ಏದು ಮಾಡ್ತಾ ಇದಿಲ್ಲ. ನಿಮ್ದು ಸರ್ಕಾರದವ್ರು ಕೊಡ್ತಾರ, ಅಲ್ಲಿರೋರು ಹೆಲ್ಪ್ ಮಾಡಲ್ವಲ್ಲ ಜನಗಳು. ಅದು ಮನೆಗಳೆಲ್ಲ ಇದು ಏನಿಲ್ಲ. ನಾವ್ ಒಂದ ಇದ್ ತಗೋಬಿಟ್ಟು ತೀರ್ ಹಾಕ್ಬೇಕು, ಸಿಮೆಂಟ್ ಹಾಕ್ಬೇಕು, ಕೊಡಿ ಅಂತ ಕೇಳಿದ್ರೆ ಕೊಡಲ್ಲ. ಎದು ಕೊಡಲ್ಲ ಸರ್ಕಾರ, ಎದು ಕೊಡಲ್ಲ. ಸರ್ಕಾರ ಕೊಡುತ್ತಾ, ಅವ್ರು ಕೊಡಲ್ಲ. ಜನ ಸರ್ಕಾರ ಕೊಡ್ತು, ಪಂಚಾಯತ್ ಅಲ್ಲಿ ಕೊಡಲ್ಲ, ಎದು ಕೊಡಲ್ಲ, ವರ್ಕ್ ಇಲ್ಲ. ಸರ್ಕಾರ ಕೊಡ್ತಾ ಇದೀನಿ, ಏನು ಏನ್ ಕೇಳಿದ್ರು ದುಡ್ಡು ಕೇಳ್ತಾರೆ. ದುಡ್ಡು ಇದೆಲ್ಲ. ಇದು ನಿಮ್ಮ ಅಮ್ಮ, ನಮ್ಮ ತಾಯಿ, ನಿಮ್ಮ ನಿಮ್ ಜೊತೆ ఎవరెవరు? ನಮ್ಮ ತಾಯಿ, ನಮ್ಮ ಅಕ್ಕ. ಮೂಸಿಟ್ಟು. ಹಾ ಅಚ್ಚಾ. ಏನ್ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀನಿ? ಕೂಲಿ ಕೆಲಸ ಹೋಗ್ತಾ ಇದ್ದೆ. ಅಮ್ಮ ಜಮೀನಿ ಇಲ್ವಾ? ಜಮೀನದ 3 ಎಕರೆ ಅದ. ಎಷ್ಟು? 3 ಎಕರೆ ನಿಮ್ದು? 3 ಎಕರೆ ಅದೇ ನಿಮ್ ತಾಯ್ದು? ಮಲಯಾಳಮ. ಹಾ ಅಲ್ಲಿ ಏನ್ ಕೆಲಸ? ಏನು ಜಮೀನು? ಸೂರ್ಯಕಾಂತಿ ಮಳೆ ಎಲ್ಲ ಹೋಯ್ತು, ಎಲ್ಲ ಹೋಯ್ತು. ಒಂದು ಕ್ವಿಂಟಲ್ ಆಯ್ತು ಅಷ್ಟೇ. ತುಂಬಾ ನಷ್ಟ ಆಗಿದೆ. ನಷ್ಟ ಪರಿಹಾರನೂ ಇಲ್ಲ, ನಮಗೆ ಪರಿಹಾರನೂ ಬಂದಿಲ್ಲ. ಎದು ಸಬ್ಸಿಡಿ ಎದು ಕೊಡಿಲ್ಲ, ಗವರ್ಮೆಂಟ್ ಎದು ಕೊಡಿಲ್ಲ, ಏನೂ ಇಲ್ಲ. ತುಂಬಾ ಕಷ್ಟವಾಗಿದೆ. ಮಳೆನೂ ಇಲ್ಲ, ಮಳೆ ಇಲ್ಲ. ಮಳೆ ಹೋದ್ರೆ ಬೇಡ. ಮಳೆ ಕಮ್ಮಿ ಈ ವರ್ಷ, ಮಳೆ ಕಮ್ಮಿ. ಓ നിം ಹೆಸರು എന്ത്? ഗുരുസ്വാമി അണ്ണന്റെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ വന്നത്. ഗുരുസ്വാമി അണ്ണനക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. ഗുരുസ്വാമി അണ്ണനും അണ്ണന്റെ അമ്മയും വേറെ ആരും നിಮ್ ಜೊತೆ? അക്ക സ്റ്റോറി ಒಂದೇ ആള്. ഈ അണ്ണനും അണ്ണന്റെ ജ്യേഷ്ഠത്തെയും അതുപോലെ തന്നെ 3 പേര് അമ്മയും ചേർന്നിട്ടുള്ള ഒരു വീട്ടിൽ ഇവർ താമസിക്കുന്നത്. ഇവർക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. അവർക്ക് 4 ഏക്കർ സ്ഥലത്തും ഇവർ സൂര്യകാന്തി ഒക്കെയാണ് കൃഷി ചെയ്തിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം മഴയില്ലല്ലേ, ഇന്ന് സീസണ് മഴയില്ലാത്ത കാരണം ഇവർക്ക് കൃഷിയൊക്കെ ഈ പ്രാവശ്യം ഒന്നും വിളവെടുക്കാനൊന്നും പറ്റില്ല. എല്ലാം ನಷ್ಟವಾಗಿದೆ, ತುಂಬಾ ನಷ್ಟ ಆಗಿದೆ. ಎಷ್ಟು ರೂಪಾಯಿ ನಷ್ಟ ಆಗಿದೆ? ಎಷ್ಟು ಕಾಸು? ನಮ್ದು 30,000 ನಷ್ಟ ಆಗಿ ಸಿಕ್ಕಿದ್ದು 2 ಕ್ವಿಂಟಲ್ 12,000 ರೂಪಾಯಿ ಸಿಕ್ತು. ಕ್ವಿಂಟಲ್ಗೆ 6,000 ರೂಪಾಯಿ. 6,000 ಅಂತ 1000. ನಮ್ದು 12,000, 20,000 ನಷ್ಟ ಆಯ್ತು. ಹಾಕಿದ್ದು ಸಿಕ್ಕಿದ್ದು 12,000. ಕೈಲಿಂದ 1,000, 10,200 ರೂಪಾಯಿ ವೇಸ್ಟ್. ತುಂಬಾ ನಷ್ಟ. ಬೇರೆ ಇದು ಕೆಲಸ ಇಲ್ಲ, ಓನ್ಲಿ കൂലി ಕೆಲಸ ಹೋಗ್ತದೆ. ഇപ്പൊ ഇവർക്ക് വരുമാനമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഇത് ഇങ്ങനെ കൃഷിയിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒരു സബ്സിഡി കൊടുക്കും. പക്ഷെ ഗവൺമെന്റ് അത് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവർ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇതുവരെ ആ ഒരു സബ്സിഡി ഇവരെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. കുറച്ച് പേർക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണന് കൂലി പണിക്ക് പോകും. അതേപോലെ തന്നെ ഈ അമ്മയ്ക്ക് പെൻഷൻ വരുന്നുണ്ട് 1,200 രൂപ. ഈ അണ്ണൻ്റെ ജ്യേഷ്ഠതയ്ക്കും ഒരു പെൻഷൻ വരുന്നുണ്ട് 1,200 രൂപ. ആ ഒരു ചെറിയ പൈസ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുടുംബം ഇവിടെ കഴിഞ്ഞു കൊടുക്കൊണ്ടിരിക്കുന്നത്. ആ പെൻഷന് മറ്റേ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതെല്ലാം പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഥകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് സ്ഥലങ്ങൾ, ലാൻഡ് ഉണ്ട്, പക്ഷേ അതിൽ കൃഷിയിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പണിയായിരിക്കും ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ അവിടെ സൂര്യകാന്തിൻ്റെ സീസൺ കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായി പോയി. ഇനി അടുത്തത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അതാണ് ഇനിയിപ്പോൾ അവർ കൃഷി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അതിന് പിന്നെ ഇപ്പോൾ ഈ സൂര്യകാന്തി കൃഷി ചെയ്തിട്ട് തന്നെ അവർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത്ര അതായത് 10,000-11,000 എന്തോ രൂപ പോയി എന്ന് പറഞ്ഞു. എത്ര 1000 ആണോ ഇനി അത് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. അവർ പറയുന്ന സംഖ്യ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ അവർക്ക് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് പ്രോബ്ലം യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. അവർ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞ നഷ്ടം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കും അറിയാം, അറിയാത്ത മറ്റുള്ളവർക്കും അറിയാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇത് അവസാനിക്കാണ്ട് വില്ലേജിൻ്റെ ഈ ഒരു ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ
ഫ്രീ ലാൻഡ് അല്ല ഇത്. പിന്നെ പുല്ലും ഇതൊക്കെ ആയിട്ടുള്ള കൃഷി ഒന്നുമില്ല തോന്നുന്നുണ്ട്. കൃഷി മുമ്പോട്ട് പോയ കൃഷിയുണ്ട്, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസാനത്തെ വീട്, ഈ ഭാഗത്തേക്കുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വീടില്ല, കണ്ടില്ലേ? ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. ഇവിടെ പിന്നെ കൃഷിയൊക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇത് മറ്റേ പുല്ലാണ്, നമ്മുടെ പുല്ല് തന്നെയാണ് തോന്നുന്നുണ്ട്. വളർന്നാലേ അറിയുള്ളൂ. കാരണം ഈ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു പുല്ല് വളർത്തി പിടിക്കുമല്ലോ, അതാണ് എന്ന് തോന്നുന്നു. ഉണ്ട്. ഇനി കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ എന്തോ സംഭവം ഉണ്ടാകുന്നു, പോയി കാണാം. ഇവിടുത്തെ പുല്ലാണോ എന്താണെന്നറിയില്ല. കൂന പോലെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്, കൂട്ടിയിട്ടിട്ട്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ അപ്പുറത്ത് 2 പേരുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം എന്താ പറയുന്നതെന്ന്. പ്രായം ചെന്ന ആൾക്കാരാണ്, അവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ. ഈ ചോളത്തിൻ്റെ ഏതാണ് പറയുക, ചോളമൊക്കെ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നെ ബാക്കിയുള്ള പുല്ല് ഇത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവരോട് അത് അട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ಇದು ಏನು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದೀರಿ ನೀವು ಬ್ರೋ? ಇಪ್ಪ ಏನು ಕೆಲಸ ಇದು ನೀವು? ಇದು ಮೆದ ಹಾಕಿರೋದು ಜೋಳದ ಕಡ್ಡಿ. ಹಾಂ, ಹಸ್ಕೊಳಕ್ಕೆ ಮೇದ ಹಾಕೋದು. ಹಾಂ. ಓಕೆ. ಇದು ಈ ಲ್ಯಾಂಡ್ಲಿಂದು ಹಾರ್ವೆಸ್ಟ್? ಅವ್ರದ್ದು. ಹೌದಾ? ಇದೆಲ್ಲ ನಿಮ್ಮದೇ? ಇಲ್ಲ, ಬೇರೆಯವ್ರದ್ದು. ನಾವು ಕೂಲಿ ಬಂದು. ನಿಮ್ಮ ಕೂಲಿ ಕೆಲಸ ಕೂಲಿ ಬಂದು ಕೆಲಸಕ್ಕೆ ಬಂದಿರೋದು. ಆ ಮನೆಯವ್ರದ್ದು ಇದು. ಹಾಂ ಸರಿ. ಇಂದ ಚೋಳ ಎಲ್ಲಿ ಹೋಗುತ್ತೆ? ಇದು ಮಾರಾಟಕ್ಕೆ ಹೋಯ್ತಾ ಸರ್, ಸಂತೆ ತರ್ಕನಂಬಿ ಸಂತೆಯಲ್ಲಿ ಹೋಗಿ അല്ലിಂದು ಬೇರೆ ഊರು ಹೋಯ್ತಾ. അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് തൃക്കണാബി മാർക്കറ്റ്. അവിടേക്കാണ് ഇവിടെ നിന്നുള്ള ചോളമൊക്കെ കൃഷി ചെയ്തിട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന് മിച്ചം വരുന്ന പുല്ലാണ് ഇത്. ഇനി എന്തിനാണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ വട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കൂലിക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇത് സ്ഥലം വേറെ ആളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മുമ്പിൽ കാണുന്ന ഇവിടെ ഈ ലാൻഡിൽ തന്നെയാണ് ഇതെല്ലാം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂര പോലെ എടുത്തിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ചോളത്തിൻ്റെ പുല്ലാണ്, എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഭാഗത്ത് അവിടെ വയലിലൊക്കെ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഈ ചോളത്തിൻ്റെ. ഓക്കെ, നമുക്ക് തിരിച്ച് നടക്കാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇതൊക്കെ ഭയങ്കര ഇൻറ്റീരിയർ ഗ്രാമങ്ങളാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബാംഗ്ലൂർ സൈഡ് ഉണ്ടല്ലോ, ബാംഗ്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന അവരുടെ കന്നഡ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ക്ലിയർ ആയിട്ടിരിക്കും സംസാരിക്കുക. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കന്നഡ ഒക്കെ ഗ്രാമീണ ഒരു ഇൻറ്റീരിയർ ലാംഗ്വേജ് ആയിരിക്കും. അതൊരു നീട്ടലും വഴിക്കലൊക്കെ ഉണ്ടാകും. പിന്നെ ചില വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കാൻ പോലും അറിയില്ല, മനസ്സിലാക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ റിപ്പീറ്റഡായിട്ട് വീണ്ടും ചോദിച്ചാൽ അവർ കുറച്ച് നമുക്ക് മനസ്സിലായിട്ടില്ലെന്നുള്ള അവർക്ക് മനസ്സിലാകുമ്പോൾ കുറച്ചും കൂടെ തെളിയിച്ച് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നേരെ പക്ഷേ ബാംഗ്ലൂർ സൈഡ് ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കുറേയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിറ്റി ടച്ചുള്ളതുകൊണ്ടും അവർ എഡ്യൂക്കേഷൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റെ ഒരു മാറ്റമുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലാകുന്നുണ്ട്, ഗ്രാമത്തിൻ്റെതായ ആ ഒരു പരാധീനതകളൊക്കെ ഉണ്ട്. കാരണം ഇവർ കന്നഡ അല്ലാത്ത വേറൊരു ഭാഷയും ഇവിടെ എവിടെയും സംസാരിക്കേണ്ട സാഹചര്യം ഇവർക്കില്ല. ഇവർ മീറ്റ് ചെയ്യണതും ദിവസം നേരം വെളുത്ത കാണുന്നതും ജോലി സ്ഥലത്തെല്ലാം കന്നഡ സംസാരിക്കുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഗ്രാമീണ ഭാഷയിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഏകദേശം സെറ്റായി. പോയി നോക്കാം മുന്നോട്ട്. ഞാൻ മുണ്ടാതെ പോവുകയായിരുന്നു. അപ്പോൾ ഒരാൾ ടാറ്റ ബായ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ಹೇಳಿ ಟಾಟಾ ಬಾಯ್, ಹೇಳಿ ಟಾಟಾ ಬಾಯ್. ടാറ്റ ബായ്. അടുത്ത് വരുന്ന ധൈര്യമല്ല, ദൂരം നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. ബൈ. ഓക്കെ, ബൈ. ഞാൻ നടന്നു വരുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടാറ്റ ബായ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളോടാ, ഞാൻ പോയൊക്കെ എടുത്ത് കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ശിവപുരൻ്റെ ചെറിയൊരു ഭാഗം കണ്ടു. പിന്നെ ഇതിൻ്റെ കൃഷി ഭാഗങ്ങളൊക്കെ വേറെ ഏരിയയിലാണ് കേട്ടോ. കൃഷി വേറെ സ്ഥലത്തേക്ക് പോകണം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോവാം. ഇവിടെയൊക്കെ ഫാർമേഴ്സിൻ്റെ ഒരുപാട്
സംഘടനകളും മറ്റും അതിൻ്റെ ഓരോ അസോസിയേഷനൊക്കെ ഉണ്ട്. ഇതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൽ എന്താണ് ശ്രമ സഞ്ജാത ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും അതിൻ്റെ ഓഫീസായിരിക്കാനാണ് സാധ്യത. ഒരു കോൺടാക്ട് നമ്പറും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ. അണ്ണാ ബർത്തിന് അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിക്കുകയാണ്. നെക്സ്റ്റ് എങ്ങോട്ടാന്നുള്ളത് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ തന്നെ എനിക്ക് വേറെ കുറേ ഭാഗങ്ങൾ കാണാനുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ഉണ്ടല്ലോ ഒരു ബർത്തിന് അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ വന്ന് കുറേ നേരം സംസാരിച്ചു. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഒരുപാട് വില്ലേജുകളിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സമയത്തിന് എത്താൻ പറ്റില്ല. അപ്പോൾ വണ്ടി എടുത്തിട്ട് തന്നെ നമ്മളിനി നെക്സ്റ്റ് ഈ വില്ലേജുകൾ കവർ ചെയ്യണം. ഇതിനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ഒരുപാട് നമുക്ക് കാണാനുള്ള സംഭവങ്ങളും മനസ്സിലാക്കാനുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്ക് തന്നെയാണ്. ഗുണ്ടൽപേട്ടിൽ പോയിട്ട് നെക്സ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇതുവഴി വന്നിട്ട് ഇതിലുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ അരിച്ച് പെറുക്കി കാണും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.